ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് വിജയകുമാർ സ്വാഗതം ആശംസിച്ചു. ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് IP സതീഷ് അവർകൾ നിർവഹിച്ചു. ചടങ്ങിൽ വെള്ളനാട് ബ്ലോക്ക് പ്രസിഡന്റ് ഇന്ദുലേഖ, ജില്ലാ പഞ്ചായത്ത് അംഗം രാധിക ടീച്ചർ, വൈസ് പ്രസിഡന്റ് മഞ്ജുഷ, വെള്ളനാട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സർല ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയകുമാരി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റാസർ ജോസഫ്, ബ്ലോക്ക് അംഗങ്ങളായ സുനിത, ശ്രീകുട്ടി സതീഷ്, ജനപ്രതിനിധികളായ കെ വിഷ, വിശുകുമാർ, റാണി ചന്ദ്രിക, ഷൈനിമോൾ തുടങ്ങിയ ജനപ്രതിനിധികൾ സംസാരിച്ചു. കൃഷി ചെയ്യാനല്ല, കൃഷി നഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ വയലിൽ നിന്ന് കഴിക്കുന്നത്, നമ്മൾ പല കാർഷിക മേഖലയിൽ നിന്നും അകന്നു. നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്, അഹങ്കാരത്തോടൊത്തുന്ന ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം എന്തായാലും നമുക്കെല്ലാം വാങ്ങാൻ കിട്ടും. ബാങ്കിൽ അക്കൗണ്ടിൽ പണമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പണം വരാനുള്ള സാധ്യതകൾ നമുക്കുള്ളത് കൊണ്ട് നമുക്കെല്ലാം വാങ്ങാൻ പറ്റും. അതാണ് പഴയ അമ്മൂമ്മമാർ പറയുന്നത്, ഉണ്ടാക്കി തിന്നുന്ന ശീലം വിട്ട് വാങ്ങി തിന്നുന്നവരായി നമ്മൾ മാറിപ്പോകും. അതുകൊണ്ടുണ്ടായി നമ്മുടെ നാട്ടിൽ മെഡിക്കൽ സ്റ്റോറുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു, ആശുപത്രികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു. നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നു മറ്റു സംസ്ഥാനങ്ങൾക്ക് അറിയാം. അതുകൊണ്ടോ വിഷം പുരട്ട പച്ചക്കറിയാണ്, ഭക്ഷ്യധാന്യങ്ങളാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അതുകാരണം രോഗികളാവുന്ന, ജീവിതശൈലി രോഗത്തിന് ഇരകളാവുന്ന ഒരു സമൂഹമാണ് മലയാളി.